മൈ ഡിയർ വ്യൂവേഴ്സ്, ത്രിബ്ലൈറ്റ് മിറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയുള്ളൊരു ബന്ധമാണ് എന്നാണ് ഞാൻ ഇന്ന് നോക്കുന്നത്. എല്ലാവരും പോസിറ്റീവായിരിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്തതെല്ലാം വിട്ടേക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നാൽ റീഡിങ്ങിലേക്ക് പോകാം. ബോട്ടം 7 ഓഫ് സോഡാണ് ബോട്ടം കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ 9 ഓഫ് സോഡാണ്. 9 ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ അത്രയും എല്ലാവരാലും ആക്രമിക്കപ്പെട്ടിട്ട് കിടക്കുന്നൊരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത്. മാനസികമായി തകർന്ന അവസ്ഥ, അത്രയും തകർന്നിട്ട് മാനസികമായിട്ട് തകർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത്. അപ്പം ഇവിടെ ഒരു ചീറ്റിങ്ങും തേർഡ് പാർട്ടീൻ്റെ കാർഡാണ് ബോട്ടം കിട്ടിയിരിക്കുന്നത്. ഏസ് ഓഫ് കപ്പ്. ആ വ്യക്തിയുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷനും ഇല്ലാത്തൊരു അത്രയും, ഏസ് ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ രാജകുമാരനാണ് ആ വ്യക്തി. ആ വ്യക്തിയുടെ സ്നേഹം കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സ്നേഹമാണ് ആ വ്യക്തി നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത്. അത്രക്ക് സ്നേഹത്തിലായിരുന്നു നിങ്ങൾ കഴിഞ്ഞു ഫസ്റ്റ് എന്താ വെച്ചാൽ ഇവിടെ ലവേഴ്സാണ് കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റ് കാർഡ് 9 ഓഫ് സോഡ്. 9 ഓഫ് സോഡ് കഴിഞ്ഞ് ഫസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത് ലവേഴ്സാണ്. അപ്പം നമ്മളെ ടോപ്പിക് എന്താണ്? നിങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയുള്ള ബന്ധമാണെന്ന്. നിങ്ങൾ തമ്മിലുള്ള ബന്ധം യൂണിവേഴ്സ് തന്നെ നിങ്ങളെ കൂട്ടിച്ചേർത്തതാണ്. കാണുന്നില്ലേ, കൂട്ടിച്ചേർത്ത് ഇട്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ ഒരു തേർഡ് പാർട്ടീൻ്റെ വരവുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഹാർഡ് വർക്ക് ആ വ്യക്തി അനുഭവിക്കുന്നത്. ആ തേർഡ് പാർട്ടി ഒന്നിക്കൽ അച്ഛനും അമ്മയാവാം, ഒന്നിക്കൽ കരിയർ ആവാം, അല്ലെങ്കിൽ ആ വ്യക്തി മാരേജിലാവാം. അത് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ എടുക്കുക. തേർഡ് പാർട്ടീൻ്റെ വഞ്ചനേൻ്റെ കാർഡാണ് ഇവിടെ. ഒരു വഞ്ചന നടന്നിട്ടുണ്ട്. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷനും ഇല്ലാത്ത, എന്താ പറയണ്ടേ, അൺകണ്ടീഷണലായിട്ടുള്ള അത്രയ്ക്ക് ഡീപ്പായിട്ടുള്ള സ്നേഹമാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഡീപ്പായ സ്നേഹമാണ് രണ്ടു പേർക്കും ഉണ്ടായിരുന്നത്. അപ്പം ആ വ്യക്തി എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത കാർഡ് വന്നത് ക്യൂൺ ഓഫ് കപ്പാണ്. ക്യൂൺ ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ ഇമോഷണലി അത്രക്ക് നിങ്ങളിൽ ആ വ്യക്തി അങ്ങേയറ്റം സ്നേഹം രണ്ടാളും അത്രക്ക് ഡീപ്പായിട്ടുള്ള സ്നേഹമായിരുന്നു. അപ്പം തേർഡ് പാർട്ടി എന്തോ ഒരു ചീറ്റിങ് ചെയ്യിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ആ വ്യക്തി ഹെർമിറ്റ് മൂഡിൽ എന്താണ് ഈ ബന്ധത്തിൽ നമ്മൾ തമ്മിൽ പറ്റിയതെന്ന് വെച്ച സത്യാവസ്ഥ കണ്ടുപിടിക്കുന്ന ഒരു വ്യക്തിയാണ് ഹെർമിറ്റ്. കിങ് ഓഫ് വാൺസ്. നിങ്ങളെ തമ്മിൽ തെറ്റിച്ചിട്ടുണ്ട്, ഇവിടെ ചീറ്റിങ് നടന്നിട്ടുണ്ട്. അതാണ് ആ വ്യക്തി ഇങ്ങനെ ഹെർമിറ്റ് മൂഡിൽ ഒന്നും ഒരു കാര്യവും മനസ്സിലാവാതെ, ഒരു ലോകവും നോക്കാതെ താഴോട്ട് വെളിച്ചവും പിടിച്ച് ഭൂമിയിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ട ഇതിൽ എന്ത് പറ്റി, നമുക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ കിങ് ഓഫ് വാൺസ് ആണ്. കിങ് ഓഫ് വാൺസ് എന്ന് വെച്ചാൽ ഫുൾ എനർജിയോട് കൂടെ നിങ്ങളിലേക്ക് തന്നെ എത്തിപ്പെടാൻ വേണ്ടിയുള്ള പ്രയത്നമാണ് ഇപ്പോൾ ആ വ്യക്തി. നിങ്ങളെ തമ്മിൽ തെറ്റിച്ചിട്ടുണ്ട്, നിങ്ങളെ തമ്മിൽ രണ്ടാക്കി മാറ്റിയിട്ടുണ്ട്. അത് എങ്ങനെയും തിരിച്ചു പിടിക്കണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അടുത്തത് 9 ഓഫ് വാൺസ് ആണ്. 9 ഓഫ് വാൺസ് എന്ന് വെച്ചാൽ ദൃഢനിശ്ചയം എടുത്തിരിക്കുകയാണ്. എങ്ങനെയും നിങ്ങളെ നേടാനുള്ള ദൃഢനിശ്ചയം ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം പ്രവർത്തിച്ചാൽ ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാമെന്നുള്ള കാൽക്കുലേറ്റിലാണ് ആ വ്യക്തി ഉള്ളത്. നിങ്ങളെ നേടാനുള്ള ദൃഢനിശ്ചയം എടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അടുത്തത് ജസ്റ്റിസ് വരുന്നുണ്ട്. ആരെന്ത് ചീറ്റിംഗ് ചെയ്താലും ഇവിടെ യൂണിവേഴ്സിൻ്റെ ജസ്റ്റിസ് വരുന്നുണ്ട്. അതിലാർക്കും എന്ത് തേർഡ് പാർട്ടി ഉണ്ടായാലും അവിടെ ഒന്നും നടക്കില്ല. എന്താന്ന് പറഞ്ഞാൽ ജസ്റ്റിസ്
യൂണിവേഴ്സ് ശരിയായ സമയത്ത് നിങ്ങളെ കൂട്ടിച്ചേർക്കുക തന്നെ ചെയ്യും. എന്തെന്ന് വെച്ചാൽ ഇത് യൂണിവേഴ്സ് ഒന്നാക്കിയതാണ്, നിങ്ങളെ വേറെ ആരും ഒന്നാക്കിയതല്ല. അപ്പം ഇത് യൂണിവേഴ്സ് ന്യായമായി നിങ്ങൾക്ക് നൽകേണ്ടത് നൽകിയിരിക്കും. യൂണിവേഴ്സ് ഒരാളെ കൂട്ടിച്ചേർത്ത് വിട്ടിട്ടാകുമ്പോൾ മറ്റുള്ളവർ ചീറ്റിങ്ങിലൂടെ നിങ്ങളെ വേർപെടുത്തി കഴിഞ്ഞാൽ എങ്ങനെ നടക്കും? യൂണിവേഴ്സിന് അത് സഹിക്കാൻ പറ്റുമോ? അപ്പോൾ യൂണിവേഴ്സിൻ്റെ ന്യായമായ വിധി വരുന്നുണ്ട്. ജസ്റ്റിസ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടന്നിരിക്കും. നിങ്ങൾ പോലും ഞെട്ടിപ്പോവും, ഇതെന്തൊരു സംഭവം, നമ്മളെങ്ങനെ അങ്ങനത്തെ വിധിയാണ്, ജസ്റ്റിസാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങളെ കണ്ടുമുട്ടിച്ചത് യൂണിവേഴ്സാണ്. നിങ്ങളെ എല്ലാ ഇതും കൺട്രോളും യൂണിവേഴ്സിൻ്റെ കയ്യിൽ തന്നെയാണ്. നിങ്ങളെ രണ്ടുപേരെയും എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് യൂണിവേഴ്സിൻ്റെ ടൈമിൽ നിങ്ങൾ ഒന്നാവുക ചെയ്യും. പിന്നെ യൂണിവേഴ്സ് ആ വ്യക്തി പറയുന്നത് എൻ്റെ ജീവിതം നിൻ്റെ കൂടെ മാത്രം സ്പെൻഡ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നാണ് ആ വ്യക്തി പറയുന്നത്. ഞാൻ ഒരിക്കലും നിന്നെ വിട്ടുകളയില്ല എന്ന് അങ്ങനത്തെ ഉറപ്പ് നിങ്ങൾക്ക് ആ വ്യക്തി തരുന്നുണ്ട്. പിന്നെ ആ വ്യക്തി ഇതാ ഇത്രയും വേദന അനുഭവിക്കുകയായിരുന്നു നിങ്ങളെ ഓർത്തിട്ട്. അത്ര കണ്ട് ആ വ്യക്തി മനസ്സിന് വേദനിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അളവില്ലാത്ത സ്നേഹം. ആ വ്യക്തിയുടെ സ്നേഹം തുളുമ്പി മറിയുന്ന ഇത് കണ്ടോ? ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് സ്നേഹം തുളുമ്പി വരുന്ന ഒരു ഏസ് ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് സ്നേഹമാണ്. അത് പിന്നെ വർണ്ണിക്കാനില്ല, അത്രക്ക് സ്നേഹമാണ് ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് നിങ്ങളോടുള്ളത്. അപ്പം ലവേഴ്സ് വന്നത് കണ്ട് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെ ആ വ്യക്തിക്ക് ഒന്നും വേണ്ട, ഒരിക്കൽ ഈ വേദനേൻ്റെ നടുക്ക് ആ വ്യക്തിക്കൊന്ന് നിങ്ങളൊന്ന് ചേർത്ത് പിടിച്ച് ഹഗ് ചെയ്യാൻ ആ വ്യക്തി അത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതൊരു സ്പിരിച്വൽ കണക്ഷനാണ്. നിങ്ങൾ തമ്മിലുള്ള അട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ടോ, ആ ഒരു ഇത് കൂട്ടി ഒരു ബോണ്ടിങ് കണ്ടോ, അത്രയ്ക്ക് ബോണ്ടിങ്ങിലാണ്. ഇത് പൂർവ്വജന്മത്തിലേ നിങ്ങൾ ജീവിച്ചിട്ട് അതിൻ്റെ ബാക്കി ഭാഗം ജീവിക്കാൻ വേണ്ടി വന്നവരാണ്. യൂണിവേഴ്സ് തന്നെ സാക്ഷി നിർത്തിയിട്ടാണ് നിങ്ങളെ ഈ ജന്മത്തിൽ ഒന്നിപ്പിക്കുന്നത്. അപ്പം അതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തമ്മിൽ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ഭയങ്കരമായ ഒരു വലിക്കുന്ന പോലത്തെ ഒരു ആകർഷണമുള്ള, നമ്മളെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയുള്ളതാണെന്നാണ്. നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് യൂണിവേഴ്സ് നിങ്ങൾ സന്തോഷിച്ച് ജീവിക്കുന്നത് കാണണം യൂണിവേഴ്സിന്. അപ്പോൾ ആര് ചീറ്റ് ചെയ്താലും അതൊന്നും നടക്കില്ല. നീ ഇല്ലാതെ എനിക്ക് ലൈഫില്ല എന്നാണ് ആ വ്യക്തി നിങ്ങളോട് പറയുന്നത്. അവരുടെ ചങ്കിടിപ്പാണ്, ആ വ്യക്തിയുടെ ചങ്കിടിപ്പാണ് നിങ്ങൾ എന്നാണ് ആ വ്യക്തി നിങ്ങളോട് പറയുന്നത്. അത്രക്കും ഇത് നിങ്ങൾ എങ്ങനെയുള്ളൊരു ബന്ധമാണെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഈ ടോപ്പിക്കിലാണ് ഈ കാർഡ് എടുത്തിരിക്കുന്നത്. അപ്പോഴാണ് ഈ ലവേഴ്സ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് കാർഡ് ആ വ്യക്തി അനുഭവിക്കുന്ന വേദന. നിങ്ങളില്ലാതെ ആ വ്യക്തി ഇതാണ് അവസ്ഥ, നിങ്ങളില്ലെങ്കിൽ ആ വ്യക്തിയുടെ അവസ്ഥയാണിത്. ആ വ്യക്തി നിങ്ങളും തമ്മിലുള്ള സ്നേഹമാണ് ഏസ് ഓഫ് കപ്പ്, ക്യൂൺ ഓഫ് കപ്പ്. നിങ്ങളുടെ സ്നേഹത്തിന് ഒന്നും പറയാനില്ല. യൂണിവേഴ്സ് നിങ്ങളുടെ സ്നേഹത്തിൽ സറണ്ടായിട്ടുള്ളത്. അത്രക്കും നിങ്ങൾ തമ്മിലുള്ള കളങ്കമില്ലാത്ത രണ്ട് പേരുടെ സ്നേഹത്തിനും കളങ്കമില്ല. അവിടെയാണ് യൂണിവേഴ്സിൻ്റെ ജസ്റ്റിസ് തരിക. അങ്ങനത്തെ സ്നേഹത്തിലാണ് യൂണിവേഴ്സ് ജസ്റ്റിസ് വെക്കുക. എന്താണ് ജസ്റ്റിസ് കഴിഞ്ഞിട്ട് വരുന്നത്? എന്താണ് ലവേഴ്സ്. ആര് ചീറ്റ് ചെയ്ത് നിങ്ങളെ രണ്ടാക്കാൻ ശ്രമിച്ചാലും അത് രണ്ടാവില്ല. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല, എൻ്റെ ശ്വാസോച്ഛ്വാസമാണ്. അവരുടെ നിങ്ങളില്ലാത്തൊരു ലൈഫ് ആ വ്യക്തിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇതൊരു പരിശുദ്ധമായൊരു പ്രണയമാണ്. രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് ഒരേപോലത്തെ സ്നേഹമാണ്. അപ്പം ആ വ്യക്തി നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങളെ നേടാൻ വേണ്ടിയുള്ള ദൃഢനിശ്ചയമായിട്ട് ആ വ്യക്തി, ദൃഢനിശ്ചയത്തിൻ്റെ കാർഡാണിത്, ഫോക്കസ് ചെയ്യുന്നത് കാർഡ്. എല്ലാം കറക്റ്റ് വന്നിരിക്കുന്നത് കേട്ടോ. ആ വ്യക്തി ദൃഢനിശ്ചയവുമായിട്ട് നിങ്ങളിലേക്ക് വരികയാണ്. പിന്നെ നിങ്ങൾ എന്താണ് ആഗ്രഹിച്ചത് അതിൻ്റെ ഡബിളാണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള എല്ലാവിധ ആഗ്രഹവും. അതിനും അപ്പുറത്താണ് ആ വ്യക്തിയുടെ കാഴ്ചപ്പാട്. നിങ്ങൾ ഒന്നുകിൽ ട്വിൻ കണക്ഷൻ ആവാനാണ് ചാൻസ്. രണ്ടുപേരും മിററിംഗ് ആണ്. ഒരാൾ അങ്ങനെ ചിന്തിക്കുന്നത് ആ വ്യക്തി അങ്ങനെ അറിയുന്നുണ്ട്. ആ വ്യക്തി എങ്ങനെ എന്താ പറയുക, ഈ ലവേഴ്സിനെ പറ്റി ഇവിടെ എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അത്ര കണ്ട് സ്നേഹത്തിൽ യൂണിവേഴ്സ് സറണ്ടർ ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹത്തിന് കളങ്കമില്ല. അപ്പോൾ പിന്നെ യൂണിവേഴ്സ് എന്ത് ചെയ്യും? യൂണിവേഴ്സ് അവിടെ ജസ്റ്റിസ് തരും, ഉറപ്പായിട്ട് തരും. ആ വ്യക്തി പറയുന്നതാണ്, എനിക്ക് യൂണിവേഴ്സ് തന്നൊരു ഗിഫ്റ്റാണ് നീ എന്നാണ് വ്യക്തി പറയുന്നത്. നിങ്ങളെ കൊണ്ട് എനിക്ക് ചാൻസ് തരൂ, എനിക്കൊരു ചാൻസ് തരൂ, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നതെന്ന്. നിങ്ങളെ ഇവിടെ ചീറ്റിങ്ങിൻ്റെ കാർഡല്ലേ ബോട്ടം കിട്ടിയിരിക്കുന്നത്. ഒരു തേർഡ് പാർട്ടി ഉണ്ട്, നിങ്ങളെ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. അതാണ് ആ വ്യക്തി ഹെർമിറ്റ് മോഡിൽ പോയിരിക്കുന്നത്. ആ ബോട്ടം ചീറ്റിങ്ങിൻ്റെ കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല തരത്തിൽ നിങ്ങളെ ബന്ധം കണ്ടിട്ട് അസൂയായിട്ടുള്ള ഒരു
ഇവിടെ നടന്നിട്ടുണ്ട്. അതിൽ യൂണിവേഴ്സ് തന്നെ നേരിട്ടിട്ടാണ് നിങ്ങൾക്ക് വിധി നടപ്പാക്കാൻ പോകുന്നത്. നിങ്ങളെ അത്ര കണ്ട് നിങ്ങളെ യൂണിവേഴ്സ് തന്നെ നിങ്ങളെ ഇമോഷണലി തന്നെ നിങ്ങളെ കൂട്ടിച്ചേർക്കും. എന്തും എത്രയും നിങ്ങളില്ലാതെ ആ വ്യക്തിക്ക് ഒന്നിനും കഴിയാത്തൊരവസ്ഥയാണ്. അത്ര കണ്ട് ആ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ആ വ്യക്തിക്ക് എന്താ പറയുക, അവർ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണോ അത് അവർ ഇങ്ങോട്ട് പറയും. അതാണ് അവസ്ഥ. അതാണ് ട്വിൻ കണക്ഷൻ ആവാനും ചാൻസ് ഉണ്ട്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് ആ വ്യക്തി ഇങ്ങോട്ട് പറയും. ഒരാൾ പറയാതെ തന്നെ മറ്റേയാളുടെ മനസ്സ് വായിക്കാൻ പറ്റും കേട്ടോ. അതാണ് വെരി ഇമോഷണലി ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ വെരി സ്ട്രോങ് ആണ്. അത്രയ്ക്ക് സ്ട്രോങ് ആണ്. നിങ്ങളെ തന്നെ നിങ്ങൾ തന്നെയാണ് ആ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഓർമ്മകളിൽ തന്നെയാണ് ആ വ്യക്തി. അവരുടെ മനസ്സ് അത്ര കണ്ട് വേദനിക്കുന്നുണ്ട്. ഇല്ലാതെ ആ വ്യക്തിക്ക് പറ്റൂല. ആ വ്യക്തിക്കൊന്നും ദിനചര്യ പോലും ഇല്ലാതെ ആ വ്യക്തിയുടെ മനസ്സ്, ആ വ്യക്തിയുടെ അവസ്ഥയായത്. നിങ്ങളില്ലാതെ ആ വ്യക്തിക്ക് ഒന്നിനും കഴിയില്ല. നിങ്ങളെ തിരിച്ചു കിട്ടണം. അതിനു വേണ്ടിയാണ് ആ വ്യക്തി വരുന്നത്, തിരിച്ചെടുക്കാൻ വേണ്ടി. നിങ്ങളുടെ സ്നേഹം എല്ലാം സത്യമാവാനാണ് പോകുന്നത്. അതാണ് ഇവിടെ ജസ്റ്റിസ് കാണിച്ചിരിക്കുന്നത്. സ്വപ്നങ്ങളിൽ, ആ വ്യക്തിയുടെ സ്വപ്നങ്ങളിൽ നിങ്ങൾ മാത്രമാണ്. നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി എന്ത് ചെയ്യാനും തയ്യാറായിട്ടാണ് വരുന്നത്. നിങ്ങളെ ആരങ്ങ് തെറ്റിച്ചാലും നിങ്ങൾ തമ്മിൽ, രണ്ടുപേരും തമ്മിൽ ഒന്നാവുക മാത്രമല്ല, നിങ്ങൾ അത്രമാത്രം ഹാപ്പി ഫാമിലി ആയിട്ടാണ് നിങ്ങൾ കഴിയുക. ആ വ്യക്തി ഈ പറ്റിയ ചതിയെ പറ്റിയാണ് ആ വ്യക്തി ആഴത്തിൽ ചിന്തിക്കുന്നത്. നിങ്ങളെ വന്നിട്ട് ഒന്ന് ചേർത്ത് പിടിക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് കേട്ടോ. ഒന്ന് ഹഗ് ചെയ്യണം, ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ഒന്ന് ആ വ്യക്തിക്ക് ആ മനസ്സിലുള്ള എല്ലാ വിഷമവും ഒന്ന് ഇറക്കി വെക്കണം. ആ വ്യക്തിയുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരു ദിനചര്യയില്ല. എല്ലാം കൊണ്ടും ആ വ്യക്തി വീണിരിക്കുന്നൊരവസ്ഥയാണ്. ആര് എന്ത് ചീറ്റ് ചെയ്തിട്ടും കാര്യമില്ല. നമ്മളെ ടോപ്പിക് എന്താ, നിങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയുള്ള ബന്ധമാണ്. നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ് കൂട്ടിച്ചേർത്ത ഏറ്റവും പവിത്രമായ അത്ര നല്ലൊരു ബന്ധമാണിത്. ഇനി ലവ് മെസ്സേജ് എടുക്കട്ടെ. ഐ ഫീൽ യു ലിവിങ് മീ ബിഹൈൻഡ്. നീ എന്നെ വിട്ടുപോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദി സ്പിരിച്വൽ ലെസൺ. സ്പിരിച്വൽ ലെസൺ പഠിക്കാൻ വേണ്ടിയാണ് ഈ സെപ്പറേഷൻ ചിലപ്പം കേട്ടോ. അത് യൂണിവേഴ്സ് സ്പിരിച്വലായിട്ട് യൂണിവേഴ്സുമായിട്ട് അടുക്കാൻ വേണ്ടി ലെസൺ പഠിച്ചതിൽ ഗ്രേറ്റ്ഫുൾ, നന്ദി പറയുന്നതാണ്. ഐ കാൺറ്റ് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് യു. എനിക്ക് നിന്നെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല എന്ന്. അത് തന്നെയാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. ആ വ്യക്തിക്ക് ചങ്കിടിപ്പായിട്ടാണ് ആ വ്യക്തി. യു സ്പീക്ക് ടു മീ ത്രൂ മ്യൂസിക്. സംഗീതത്തിലൂടെ നീ എന്നോട് സംസാരിക്കുന്നു. അപ്പോൾ ഇതാർക്കെല്ലാം റെസണേറ്റ് ആവുന്നതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.